السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ റമദാനിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു സുദീർഘമായ ഹദീസിൽ പ്രവാചകൻ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട്: വഹുവ ഷഹ്റു സബർ, അത് ക്ഷമയുടെ മാസമാണ്. വസ്സബ്റു സവാബുഹുൽ ജന്ന, ക്ഷമ അതിന്റെ പ്രതിഫലം സ്വർഗമാണ്. എന്തുകൊണ്ടാണ് റമദാൻ മാസം ക്ഷമയുടെ മാസമാകുന്നത്? നമുക്ക് ആലോചിച്ചാൽ അതിന്റെ ഉത്തരം ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത്, സാധാരണഗതിയിൽ നാം ചെയ്യാത്ത പലതും ഈ മാസത്തിൽ നമ്മൾ ചെയ്യുന്നു. നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പലതും ഇതിൽ വേണ്ട എന്ന് വെക്കുന്നു. ഭക്ഷണം, പാനീയങ്ങൾ പോലുള്ള സംഗതികൾ ഉദാഹരണം, അത് നമ്മൾ വേണ്ട എന്ന് വെക്കുന്നു. ഭക്ഷണം കഴിക്കേണ്ടാത്ത സമയത്ത്, അല്ലെങ്കിൽ ഒരിക്കലും കഴിക്കാൻ നാം ഇഷ്ടപ്പെടാത്ത സമയത്ത് ഭക്ഷണം കഴിക്കുന്നു. രാത്രിയുടെ അന്ത്യയാമത്തിൽ പുലരുന്നതിന് മുമ്പ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. അതുപോലെ രാത്രിയിൽ നമ്മൾ പല സന്ദർഭങ്ങളിലായി ദീർഘനേരം നമസ്കരിക്കുന്നു. ഇതൊക്കെ നമ്മളെ കൊണ്ട് സാധാരണഗതിയിൽ ചെയ്യേണ്ടാത്തത് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത് ചെയ്യാതിരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതൊരു വാസ്തവത്തിലൊരു കൃത്യമായ പരിശീലനമാണ്. ക്ഷമ നമ്മളെ പരിശീലിപ്പിക്കുന്നു, തഖ്വ പരിശീലിപ്പിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അതിന്റെ വേറൊരു രൂപമാണ് നമ്മെ ക്ഷമ പരിശീലിപ്പിക്കുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ നോമ്പുകാരനായി കഴിഞ്ഞാൽ അവൻ അസഭ്യവാക്കുകൾ പറയരുത്, അശ്ലീലം പറയരുത്. ആരെങ്കിലും അവനോട് തർക്കത്തിന് വന്നാൽ, ആരെങ്കിലും അവനെ ആക്ഷേപിച്ചാൽ അവൻ പറയണം, അല്ലാഹുമ്മ ഇന്നി സ്വായിം, ഞാൻ ഒരു നോമ്പുകാരനാണ് എന്ന് പറയട്ടെ. അപ്പോൾ മറ്റുള്ളവർ നമ്മെ ഉപദ്രവിക്കാൻ വന്നാൽ, നമ്മുടെ അഭിമാനം പോലും ക്ഷതപ്പെടുത്താൻ വന്നാൽ, നമ്മെ ആക്ഷേപിക്കാനും നമ്മുടെ ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി വന്നാൽ, ആ പ്രകോപനത്തിൽ നാം വശംവദരാകരുത്, ആ പ്രകോപനത്തിന് നമ്മൾ കീഴൊതുങ്ങി കൊടുക്കരുത്, മറിച്ച് നോമ്പുകാരനാണ് എന്ന് പറയണം എന്ന് പഠിപ്പിക്കുകയാണ്. ഇവിടെ പലപ്പോഴും സാധാരണഗതിയിൽ, പണ്ട് പ്രത്യേകിച്ചും, ഇപ്പോഴത്ര ഇല്ലെങ്കിൽ കൂടി, ആളുകൾ ഉപയോഗിച്ചു വരുന്ന ഒരു രീതിയാണ്, എനിക്ക് നോമ്പുണ്ട് എന്നുള്ളത് തന്നെ എനിക്ക് ക്ഷമയില്ലാതിരിക്കാൻ പറ്റിയ ഒരു കാരണമാണ് എന്ന് ഒരു തെറ്റിദ്ധാരണ പണ്ടുള്ള ആളുകൾക്ക് ധാരാളമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ചിലപ്പോഴെങ്കിലും കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് റോഡിലൊക്കെ ഇറങ്ങുമ്പോൾ, വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ. സംഗതി ശരിയാണ്, നമുക്ക് ഭക്ഷണം നാം പകൽ കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, അതുപോലെ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശപ്പുണ്ട്, ദാഹമുണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ അതൊരിക്കലും നമ്മുടെ സംയമനം കൈവിട്ടുകൊണ്ടുള്ള ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പ്രവർത്തനത്തിന്, ആളുകളോട് മെക്കിട്ട് കയറുന്നതിന്, അവരോട് ദേഷ്യപ്പെടുന്നതിന്, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളോട്, വാപ്പാക്ക് നോമ്പുണ്ട് അതുകൊണ്ട് വാപ്പാനെ സൂക്ഷിക്കണം എന്ന് കുടുംബത്തിലെ മറ്റംഗങ്ങൾ പറയാൻ ഇടവരാത്ത രൂപത്തിൽ നമുക്ക് ക്ഷമ കൈക്കൊള്ളാൻ സാധിക്കണം. അസാമാന്യമായ ക്ഷമയുടെ ഒരു മാസമാണ് വാസ്തവത്തിൽ റമദാൻ എന്ന് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അത് വളരെ ബോധപൂർവം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നിശ്ചയിച്ചിരിക്കുന്നു. ഒരു മുസ്ലിം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ക്ഷമ കൈക്കൊള്ളാൻ ബാധ്യസ്ഥനാണ്. ക്ഷമ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഉദ്ദേശിക്കുന്നത് ഒരു വഴക്കത്തിലും വക്കാണത്തിലും അടിപിടിയിലും അതിൽ മാത്രമുള്ള ഒരു ക്ഷമയല്ല, മറിച്ച് നന്മ ചെയ്യാനുള്ള ക്ഷമ. അതായത് എത്ര തന്നെ പ്രലോഭനങ്ങൾ ഉണ്ടായാലും, എത്ര തന്നെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായാലും ഞാൻ നോമ്പനുഷ്ഠിക്കും, അള്ളാഹുവിന് കീഴ്പ്പെടും. നമസ്കാരം, സാധാരണഗതിയിൽ നമസ്കരിക്കാത്ത ആളുകൾ പോലും കൃത്യമായി നമസ്കരിക്കാൻ അവർക്ക് ഈ ക്ഷമ കാരണമാകുന്നുണ്ട്. അതും ഒരു തരം ക്ഷമയാണ്. അതായത് അള്ളാഹുവിനോടുള്ള അനുസരണത്തിൽ ഉറച്ചു നിൽക്കുക എന്നത് ക്ഷമയാണ്, സബർ. നമ്മൾ ക്ഷമ എന്ന മലയാള പദം കൊണ്ട് അതിനെ വിവക്ഷിക്കുമ്പോൾ അതിന്റെ പരിപൂർണമായ അർത്ഥം മാറിപ്പോകുന്നതാണ്. ശരിക്കും സബർ എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിലുള്ള ഒരു സ്ഥൈര്യമാണ്. അതുപോലെ അള്ളാഹു വിരോധിച്ചത് വെടിയാനുള്ള ഒരു സ്ഥൈര്യം, അതും സബറാണ്. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ അർത്ഥത്തിൽ അള്ളാഹുവിനെ അനുസരിക്കാനുള്ള ഒരു സബറും, അള്ളാഹു വിരോധിച്ചത് വെടിയാനുള്ള ഒരു സബറും, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആളുകളുമായി ഇടപഴകുന്നിടത്തും അതുപോലെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്തുമൊക്കെ ഒരു സംയമനത്തോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളത് വാസ്തവത്തിൽ നമ്മെ നോമ്പ് പഠിപ്പിക്കുകയാണ്. ഈ ഒരു അർത്ഥത്തിൽ ക്ഷമയെ ഉൾക്കൊള്ളുമ്പോഴാണ് വാസ്തവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്, നിങ്ങൾ നമസ്കാരം കൊണ്ടും
ക്ഷമ കൊണ്ടും സബറ് കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടണം എന്ന് പറഞ്ഞ ആ അത് ഒരു ആയുധമായി മാറുന്ന, ക്ഷമ ഒരു ആയുധമായി മാറുന്ന, അത് മുഖേന അള്ളാഹുവിനോട് സഹായം ചോദിക്കാൻ പറ്റുന്ന ഒരു 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 മാർഗമായി ക്ഷമ മാറുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. അതെന്ന് പറഞ്ഞാൽ ക്ഷമയുടെ ഏറ്റവും ഉയർന്ന രൂപമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള എല്ലാ ത്യാഗ പരിശ്രമങ്ങളും, അവന്റെ മാർഗത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ആക്ഷേപങ്ങളെ, അവന്റെ മാർഗത്തിൽ നാം നേരിടേണ്ടി വരുന്ന പരീക്ഷണങ്ങളെ, മറ്റുള്ളവരുടെ അക്രമങ്ങളെ ഒക്കെ നമുക്ക് തടുക്കാൻ ഈ ഒരു ആയുധം നമ്മുടെ കയ്യിലുണ്ടാകുന്നത് എന്തുകൊണ്ടും ഉപകാരപ്പെടും. അത് നമസ്കാരത്തോളം പ്രാധാന്യമുള്ള ആയുധമാണ് എന്നാണ് അള്ളാഹു വസ്തഈനു ബിസ്സബ്രി എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അത് പഠിപ്പിക്കുന്നത്. എന്നിട്ട് അള്ളാഹു അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ. ഇത്തരം ക്ഷമാശീലരുടെ ഒപ്പമാണ് അള്ളാഹു ഉള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കുക, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ഒരു അവധാനത ഇല്ലായ്മയാണ്. ചില പ്രശ്നങ്ങളെ കുറച്ചൊന്ന് കാത്തിരുന്ന് ഒരിത്തിരി ആ പ്രശ്നത്തിൽ നിന്ന് പുറകോട്ട് മാറി ഒരൽപ്പം അകലെ വിട്ടുനിന്ന് വീക്ഷിക്കുകയും അതിന്റെ പരിഹാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ചെയ്താൽ അതിന് ഏറ്റവും നല്ല ഫലപ്രദമായ പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിക്കും. സ്റ്റീഫൻ കവി എന്ന് പറയുന്ന ഒരു മാനേജ്മെന്റ് എക്സ്പെർട്ട്, ഒരു പേഴ്സണാലിറ്റി എത്തിക്സ് ഒക്കെ പറയുന്ന ഒരു മാന്യദേഹം, അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ എന്ന അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്ന ഒരു സുപ്രധാനമായ ഒരു സംഗതി, നമുക്കുണ്ടാകുന്ന ഏത് സംഗതിയും, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന ഏത് സംഗതിയും നമ്മളെ കൊണ്ടുണ്ടാകുന്നതല്ല, മറിച്ച് പലപ്പോഴും അത് മറ്റുള്ള ഘടകങ്ങളാണ് അതിനെ ആശ്രയിച്ച് നിൽക്കുന്നത്. പക്ഷെ അതിനോടുള്ള റെസ്പോൺസ്, നമ്മുടെ പ്രതികരണം, അത് നമ്മുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. ആ പ്രതികരണത്തെ എത്രമാത്രം ഒരാൾക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്നുവോ അവനാണ് ഏറ്റവും ഇഫക്റ്റീവായ ഒരു മനുഷ്യൻ എന്ന് അദ്ദേഹം പരിചയപ്പെടുത്തുന്നു. വാസ്തവത്തിൽ നോമ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നോമ്പ് നമുക്ക് തരുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു പാഠവും അത് തന്നെയാണ്. കാര്യങ്ങളെ അവധാനതയോടുകൂടി കാണുക. ഒരൽപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വചനം തന്നെ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ, നിങ്ങളോട് ആരെങ്കിലും ആക്ഷേപത്തിന് വന്നാൽ, അല്ലെങ്കിൽ ശകാരിക്കാൻ വന്നാൽ, ഷണ്ട കൂടാൻ വന്നാൽ, നിങ്ങൾ അയാളോട് പറയട്ടെ അല്ലാഹുമ്മ ഇന്നി സ്വാഇം, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞാൽ വി ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്, ഒരു സ്റ്റെപ്പ് നമ്മൾ പിന്നോട്ടെടുക്കുന്നു. നമുക്ക് സംഭവിക്കുന്ന ആ പ്രശ്നത്തിൽ, നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന ആ മനുഷ്യന്റെ മുന്നിൽ, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ സംഭവിക്കുന്ന നമ്മുടെ കുട്ടികൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ മറ്റംഗങ്ങൾ, അവരൊക്കെ ചെയ്യുന്ന ഏതോ ഒരു പ്രശ്നം, അല്ലെങ്കിൽ അവർ നമുക്ക് പലപ്പോഴും ഉണ്ടാക്കി തീർക്കുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളുടെ ആ ഘട്ടത്തിൽ നമ്മളൊരു സ്റ്റെപ്പ് ബാക്കിലേക്ക് എടുത്തിട്ട് നമ്മൾ ആലോചിക്കുന്നു, എന്താണ് ഇതിന് ഏറ്റവും യുക്തമായ പരിഹാരം, ഏതു രൂപത്തിൽ ഇത് ഞാൻ കൈകാര്യം ചെയ്താലാണ് അത് ക്രിയാത്മകമായ പരിഹാരമാവുക, അത് ഫലപ്രദമായ പരിഹാരമാവുക. ഇത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ആ പ്രശ്നത്തെ നാം പരിഹരിക്കാൻ നിന്നാൽ തീർച്ചയായും ആ പ്രശ്നത്തെ ഏറ്റവും ഫലപ്രദമായ രൂപത്തിൽ നമുക്ക് നേരിടാൻ സാധിക്കും. അതിന്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. ഇതാണ് വാസ്തവത്തിൽ നോമ്പ് നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു സുപ്രധാനമായ സംഗതി. ഇത് മാത്രമല്ല നോമ്പിന്റെ ലക്ഷ്യമെന്ന് നമുക്കറിയാം, പക്ഷേ വളരെ സുപ്രധാനമായ ഒരു സംഗതി നമ്മെ പഠിപ്പിക്കുന്നു. കാര്യങ്ങൾ അവധാനതയോടെ കാണുക, ക്ഷമയോടെ കാണുക, പ്രശ്നങ്ങളെ ആ അർത്ഥത്തിൽ ഫലപ്രദമായി നേരിടുക. തീർച്ചയായും അത് റമളാനിന്റെ ഒരു സുപ്രധാനമായ പാഠമാണ്. നോമ്പ് നമ്മെ പരിശീലിപ്പിക്കുന്ന അതിപ്രധാനമായ ഒരു ഗുണമാണ് ക്ഷമ എന്ന് പറയുന്നത്. അത് പരിപൂർണമായ അർത്ഥത്തിൽ ആ ഒരു ഗുണം കൈവരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.